നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് അവള് സ്വന്തം പേരക്കുട്ടിയാണെങ്കിലേ എനിക്ക് അവള് സ്വന്തം മകളാ. ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. ദിയമോക്ക് ഞാനൊരു രണ്ടാനച്ഛനല്ല, അച്ഛൻ തന്നെ ആയിരിക്കും. അതെ, എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കാവോ? ചോദിക്കാമല്ലോ, അമ്മ ചോദിക്കണം. കല്യാണം കഴിയുമ്പോഴേ ദിയമോളുടെ കാര്യം ദിയമോളന്റെ മകന്റെ സ്വന്തം കുട്ടിയായി, എന്റെ സ്വന്തം പേരക്കുട്ടിയായി ഞങ്ങളുടെ വീട്ടിൽ കഴിയും. അതല്ല, എന്നാലും കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോ കല്യാണ പെണ്ണിന്റെ കൂടെ ഒരു പെങ്കൊച്ചും കൂടി ഉണ്ടെന്നറിഞ്ഞ അതിൽ ഞങ്ങൾക്ക് അഭിമാനക്കുറവൊന്നും തോന്നുന്നില്ല. ഇനി പയ്യനും പെൺകുട്ടിക്കും സ്വകാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആകാം. ഇല്ലേ മാധവ? ആയിക്കോട്ടെ. ആ ചെല്ലുമോനെ. ഓ, വന്ദനെ എനിക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ഇനി അറിയേണ്ടത് വന്ദനയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്നാണ്. എന്റെ ഇഷ്ടത്തിനല്ല പ്രസക്തി. അച്ഛനമ്മമാർക്കും എന്റെ തീമോൾക്കും ഗൗതമിനും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും ഇഷ്ടം. അപ്പോ വന്ദനയ്ക്ക് സ്വന്തമായൊരു ഇഷ്ടമില്ല അല്ലേ? എന്നല്ല, എന്റെ ജീവിതത്തില് പല സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടതും എടുക്കുന്നതും അവരാ. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കാ അതിനുള്ള സ്വാതന്ത്ര്യം. അത് മറന്ന് നമ്മൾ അവരുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാ തെറ്റ്. നന്നായി. വന്ദനയുടെ ഈ പക്വത അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാ. എന്റെ ഭാര്യയെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, അവൾക്ക് എന്നെയും. നല്ലൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിച്ചപ്പോഴാ പെട്ടെന്നുള്ള അവളുടെ മരണം. അതെന്നെ വല്ലാതെ ഉലച്ചു. ഇനിയൊരു വിവാഹബന്ധമേ വേണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ എന്റെ അമ്മയുടെ നിർബന്ധം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഒറ്റയ്ക്കായി പോകുമെന്ന ആവലാതി, അതാ ഒടുവിൽ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. സോമനെങ്കിൽ വന്ദനയെക്കുറിച്ച് പറഞ്ഞപ്പോ എന്റെ മനസ്സിലുണ്ടായ സങ്കല്പങ്ങൾ, അതൊക്കെയാ വീണ്ടും ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് എന്നെ പ്രേരിപ്പിച്ചത്. വന്ദനയെ കണ്ടപ്പോ എന്റെ സങ്കല്പങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. എനിക്ക് വന്ദനയെ ഒത്തിരി ഇഷ്ടായി. ഇനി എനിക്കറിയേണ്ട ഒരു പ്രധാന കാര്യം, ഞാനൊരു രണ്ടാം കെട്ടുകാരനാണെന്നുള്ള അനിഷ്ടം വന്ദനയ്ക്കുണ്ടോ? ഇല്ല. എന്റെ ചരിത്രം അറിയാലോ. രാജീവ് മേനൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ. മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചവളാ ഞാൻ. അപ്പൊ ഫലത്തിൽ മനസ്സുകൊണ്ട് ഞാനൊരു രണ്ടാം കെട്ടുകാരിയല്ലേ. ദീമോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അവളെനിക്ക് സ്വന്തം മോളാ. നമ്മുടെ കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടുന്നതിനേക്കാൾ സ്നേഹവും പരിഗണനയും അവക്ക് കൊടുക്കണം. അവൾ അന്യാണെന്നൊരു തോന്നൽ ഒരു നോട്ടം കൊണ്ട് പോലും ഉണ്ടാവാൻ പാടില്ല. ടെൻഷൻ അടിക്കേണ്ട വന്ദന. എന്റെ അമ്മ ദിയമോളെ സ്വന്തം പേരക്കുട്ടിയെ അംഗീകരിച്ചത് പരസ്യമായിട്ടല്ലേ? അവള് നമ്മളോടൊപ്പം ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുത്തത് ഓർക്കുന്നില്ലേ? അമ്മയ്ക്ക് അവള് സ്വന്തം പേരക്കുട്ടിയാണെങ്കിലേ എനിക്ക് അവള് സ്വന്തം മകളാ.
ആ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. ദിയമോക്ക് ഞാനൊരു രണ്ടാനച്ഛനല്ല, അച്ഛൻ തന്നെ ആയിരിക്കും. വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ പറയാനുണ്ടോ വന്നെനിക്ക്? ഒന്നും പറയാനില്ല. ഇനി വിവാഹം നടത്തുന്ന കാര്യത്തില് എനിക്കൊരു സജഷൻ ഉണ്ട്. ആർഭാടമായ വിവാഹ ചടങ്ങുകൾ ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലികെട്ട്. എന്റെ ആഗ്രഹം അത് തന്നെയാ. കൊള്ളാം. അപ്പോ എല്ലാ കാര്യത്തിലും നമ്മൾ തമ്മിലൊരു മനപ്പൊരുത്തമുണ്ട്. ഇനിയെല്ലാം സർവേശ്വരൻ തീരുമാനിക്കട്ടെ, അല്ലേ? ഉം. അരമണിക്കൂറാണ് നീ എന്നെ പോസ്റ്റ് ആക്കിയത്. സോറി എളിയ, നാളത്തെ MLA സമയം അപകരിച്ചതിന് കട്ട സോറി. അല്ല, ആളിന്ന് നല്ല ഹാപ്പി മൂഡിലാണല്ലോ. എന്തോ കാര്യമായ കോൾ ഒത്തിട്ടുണ്ട്. അങ്ങനെ കരുതിക്കോ. വന്ദനെ അങ്ങനെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഈ ജഗന്റെ ഹൃദയത്തിലേക്ക് നടന്നടുത്തിരിക്കുന്നു. ആഹാ, എന്നിട്ട് എന്നിട്ടെന്താ, അവൾക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തില് അവള് വൈകാതെ ഇരിക്കും. കൊള്ളാം. എന്നിട്ട് ഇരുന്നില്ലേ നിന്റെ റാണി? എടാ, സപ്രപഞ്ചം ഒരുക്കാനുള്ള സമയം കഴിഞ്ഞ്. ഇനിയൊന്നും അധികം വൈകില്ല. എന്നെ കാണുമ്പോ അവളുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ നിലാവ് ഉദിച്ചു തുടങ്ങി. എനിക്ക് വന്ദനോട് പ്രണയമാണെന്ന് മാധവനങ്ങളോ ചന്ദ്രകാമയോ അറിഞ്ഞിട്ടില്ല. അധികം വൈകാതെ ഞാൻ അവരെ അറിയിക്കും. ഗുഡ്. അങ്ങനെ കേറി വാളിയ. നിങ്ങൾ ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് ഞാനാ. പക്ഷേ നിന്റെ അച്ഛൻ കുറുപ്പ് സാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും മോനെ. ഒരു പ്രണയ വിപ്ലവം. ഏത് വിപ്ലവത്തിനും ഈ ജഗൻ തയ്യാറാ. എനിക്കെന്റെ വന്ദനെ വേണം. ആരടാ, വന്ദനയാണോ? ഇതെന്റെ അമ്മായിമ്മ ചന്ദ്രികാമ്മ. ആ, എടുക്കെടുക്ക്. അമ്മേ. മോനെ, ഒരു കാര്യം പറയാനാ ഞാനിപ്പം വിളിച്ചേ. എന്താ അമ്മേ? ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്കുണ്ട് അമ്മയോടൊരു കാര്യം പറയാൻ. അത് ഞാൻ നേരിട്ട് പറയാം. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുക. ആണോ? എങ്കി മോൻ പറ, കേക്കട്ടെ. ആദ്യം അമ്മയുടെ സന്തോഷ വാർത്ത കേൾക്കട്ടെ. മോനെ, ഒരമ്മയുടെ അച്ഛന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അമ്മയുടെ അങ്കിളിന്റെ ആഗ്രഹം ആ സ്വപ്ന വീടല്ലേ, ആ മധുചന്ദ്രിക. അത് ശരിയാ. എന്നാ അതുപോലെ വളരെ പ്രധാനപ്പെട്ട, ചിലപ്പോ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ ഞാൻ പറയാൻ വിളിച്ചേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.